ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഈ കൗമാര സമയത്ത് ചിലപ്പോൾ മാതാപിതാക്കളുമായിട്ട് ഒരു അടുപ്പം കുറയും. അങ്ങനെ ഉപ്പയുമായി റിലേഷൻ കുറഞ്ഞ് അങ്ങനെ ഗ്രാജ്വലി എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ബന്ധം തന്നെ ഇല്ലാതെ, ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, പക്ഷേ പരസ്പരം സംസാരിക്കാതെ അങ്ങനെ അത് യുവാവായി, സംസാരമെല്ലാം ഉമ്മ വഴിയായി. പിന്നീട് കല്യാണം കഴിഞ്ഞു, അങ്ങനെ മക്കളുണ്ടാവുന്നു, അങ്ങനെ ആ വീട്ടിൽ തന്നെ സുഖകരമായി ജീവിക്കുന്നു, സന്തോഷകരമായി ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ല, നല്ല ബഹുമാനത്തിലാണ് വാപ്പാനോട് പെരുമാറുന്നു, വാപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. പക്ഷേ എല്ലാം ഉമ്മ വഴിയാണ്. അങ്ങനെ മുമ്പ് കാലങ്ങളിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ബഹുമാനം കൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അധ്യാപകൻ ഒരു സൈക്കോളജി വർക്ക്ഷോപ്പിൽ ഒരു ദിവസം പങ്കെടുത്തു. 2 ദിവസത്തെ ആ പ്രോഗ്രാമിൻ്റെ വൈകുന്നേരം എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുത്തു. ടാസ്ക് ഇതായിരുന്നു: അന്ന് വൈകുന്നേരം വീട്ടിൽ പോയിട്ട് ഏറ്റവും അടുപ്പമുള്ള ആളോട്, അതായത് ഫാമിലിയിലെ ഏറ്റവും അടുപ്പമുള്ള ആളോട്, അല്ലെങ്കിൽ അതുവരെ കൂടുതലായിട്ടൊന്നും സംസാരിക്കാത്ത, എന്നാൽ ബന്ധം കൊണ്ട്, രക്തബന്ധം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം കൊണ്ട് ഏറ്റവും അടുപ്പമുള്ള ആളോട് നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സൂചിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ള ഒരു ടാസ്ക്. അടുത്ത ദിവസം വന്നിട്ട് അത് അവതരിപ്പിക്കുക. ഇതായിരുന്നു ടാസ്ക്. അങ്ങനെ പല ആളുകളും വീട്ടിൽ പോയി സ്വന്തം ഭാര്യയോട് പറഞ്ഞു, ഉമ്മയോട് പറഞ്ഞു, അനിയനോട് പറഞ്ഞു, ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനിയനോട് പറഞ്ഞു, ജ്യേഷ്ഠനുമായിട്ട് വലിയൊരു ബന്ധമില്ല, പക്ഷേ സ്വന്തം തൊട്ട അടുത്ത വീട്ടിലാണ്, അവിടെ പോയി അങ്ങനെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ സന്തോഷങ്ങൾ പലരും വന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഈ സമയത്ത് ഈ അധ്യാപകൻ, ഞാൻ നേരത്തെ പറഞ്ഞ അധ്യാപകൻ വന്നിട്ട് പറഞ്ഞത്, അയാൾക്ക് അയാളുടെ ഉപ്പയോട് നന്നായിട്ട് സംസാരിക്കണമെന്നുണ്ട്, ഇത് പറയണമെന്നുണ്ട്, ഉപ്പ എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ ഒരുപാട് വർഷമായിട്ട് അവർ തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദ സംഭാഷണം നടത്തിയിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ ഒരു സംഭാഷണം തുടങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ അയാൾക്ക് വരുന്നില്ല, കഴിയുന്നില്ല. അങ്ങനെ വൈകുന്നേരം കുറേ സമയം വെയിറ്റ് ചെയ്തു, ഉപ്പയുടെ അടുത്ത് പോയിരുന്ന് പത്രം വായിച്ചു, പക്ഷെ രണ്ടുപേരും സംസാരിക്കുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചു നോക്കി, സംസാരിക്കാൻ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉമ്മ വഴിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കി, നടക്കുന്നില്ല. അങ്ങനെ പല ശ്രമങ്ങൾ നടത്തി അന്ന് രാത്രി പരാജയപ്പെട്ടു. ഉപ്പ പോയി റൂമിൽ കയറി ലൈറ്റ് അണച്ച് ഉറങ്ങുന്നത് വരെ പല രീതിയിൽ വെയിറ്റ് ചെയ്ത് നടന്നില്ല. വളരെ നിരാശനായി നമ്മുടെ ഈ സുഹൃത്ത് ഉറങ്ങാൻ പോയി. അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യയോട് ഈ സംഗതി പറഞ്ഞു. ഭാര്യ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. എന്തായാലും രാവിലെ വരെ അദ്ദേഹം പല രീതിയിൽ ചിന്തിച്ചു, എന്താണ് ഇതിന് മാറുന്നത്. രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു. സൈക്കോളജി വർക്ക്ഷോപ്പിൻ്റെ 2ാം ദിനത്തിലേക്ക് അയാൾക്ക് വരണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഫീഡ്ബാക്ക് പറയണം. അവസാനം അയാൾ ഒന്നുകൂടെ ശ്രമിക്കാമെന്ന് വിചാരിച്ച് ഉപ്പയുടെ റൂമിലേക്ക് ചെന്നപ്പോൾ ഉപ്പ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യായിരുന്നു. പെട്ടെന്ന് അവിചാരിതമായി മകൻ അവിടേക്ക് കയറി വന്നപ്പോൾ ഉപ്പയ്ക്ക് ഒരു ആശങ്ക, എന്താണ് ഇത് പതിവില്ലാതെ എൻ്റെ മുറിയിലേക്ക്. കൂടുതൽ വിവരിക്കാനൊന്നും നിൽക്കാതെ ഉപ്പയുടെ കയ്യിൽ നിന്നും ആ അയൺ ബോക്സ് വാങ്ങിയിട്ട് ഉപ്പയുടെ ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ഉപ്പയുടെ കയ്യിൽ നിന്നും അയൺ ബോക്സ് വാങ്ങിയിട്ട് അയൺ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഉപ്പയ്ക്ക് തന്നെ ഒരു പ്രത്യേക വികാരം വന്നു. എന്താണ് എൻ്റെ മോന് പറ്റിയത്? ഉപ്പയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി, അവന് എന്നോട് എന്തോ ഷെയർ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് അവനത് ചെയ്യുന്നത്. സ്നേഹം പരസ്പരം രണ്ടുപേർക്കും ഉണ്ട് എന്ന് ഉപ്പയ്ക്കും അറിയാം, മകൻ എന്നോട് ബഹുമാനമാണെന്ന് ആ ഉപ്പയ്ക്കറിയാം. അതുകൊണ്ട് ഇവൻ ഇതിനു വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം കാത്തിരുന്നതെന്ന് മനസ്സിലാക്കിയ ആ ഉപ്പ മോൻ്റെ കയ്യിൽ നിന്നും ആ ഇസ്തിരിപ്പെട്ടി വാങ്ങി മാറ്റിവെച്ചിട്ട് കെട്ടിപ്പിടിച്ചു. 2 പേരും അവിടെ പൊട്ടിക്കരഞ്ഞു. 2 പേരും പരസ്പരം സംസാരിച്ചില്ല. ഇത് അപ്പുറത്തുനിന്ന് കണ്ടുവന്ന ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഉമ്മ പേടിച്ച് ഓടി വന്നു. എന്താണ് എന്ന് ചോദിച്ചു. പക്ഷെ ഭാര്യ മാറ്റി നിർത്തി. സാരല്ലമ്മ, അവർ കരയട്ടെ. അങ്ങനെ ഈ 2 പേരും കുറേ സമയം പൊട്ടിക്കരഞ്ഞതിന് ശേഷം ഒന്നും പറയാതെ അവിടെ നിന്ന് മകനിറങ്ങി. 2ാം ദിവസം എല്ലാവരും അനുഭവം പങ്കുവച്ചപ്പോൾ ഈ മനുഷ്യൻ ഈ അനുഭവം പറഞ്ഞു. അവിടെ ഇരുന്ന ഓഡിയൻസിലെ എല്ലാവരും കരഞ്ഞുപോയി. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം.
യാതൊരു കാരണവുമില്ലാതെ പരസ്പരം മിണ്ടാതിരുന്ന രണ്ട് മനുഷ്യർ, ഒരു വാപ്പയും മകനും, ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു മഞ്ഞുരുക്കം സംഭവിച്ചു. സ്വന്തം വീടിൻ്റെ ഉള്ളിൽ അവർ തന്നെ പണിതുയർത്തിയ ഒരു മതിലിനെ അവർ ബ്രേക്ക് ചെയ്ത് പൊളിച്ചിട്ടു. തൊട്ടടുത്ത ദിവസം വൈകുന്നേരം എന്തായാലും അവർ പരസ്പരം കൂടുതൽ അടുക്കാനും സംസാരിക്കാനും തുടങ്ങി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം സ്വാഭാവികമായിട്ടും. പിന്നീട് അത് അറിയാനും കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് പല കുടുംബത്തിലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ്.